ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോയപ്പം അമ്മാമ്മയുടെ വീട്ടിൽ ഗരുഡക്കൊടി എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇല കഴിക്കാൻ വേണ്ടി ഒരുപാട് പുഴുക്കൾ വരും. അത് ഫുള്ള് കഴിച്ചതിന് ശേഷം അപ്പുറത്തുള്ള ഈ ഗ്രാമ്പില്ലേ, ആ ചെടിയിൽ പോയി ഇങ്ങനെ പുഴു ഒരുപാട് ഇരിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മ ഇതെന്തോ ഇങ്ങനെ പുഴു നിറച്ചിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാമ്മ അതിൽ നിന്നൊരു കൊണ്ട അടിച്ച് ഒരു പുഴുവിനെ ഇങ്ങനെ എടുത്ത് തന്നു ഗൈസ്. എന്നിട്ട് പറഞ്ഞ് ഇനിയിപ്പോൾ ഇത് ചിത്രശലഭമാവും, ഇവിടെ ഒരുപാട് ചിത്രശലഭയും എന്താ പറയുക ഇങ്ങനെ കൂട് വെച്ചിട്ട് ഇങ്ങനെ ഇളവി പോകാറുണ്ട്, നീ ഇത് കണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അമ്മാമ്മയുടെ വീട്ടിൽ പണ്ടത്തെ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടന്നതാണ് ഗൈസ്. അതിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കോലമൊക്കെ. അങ്ങനെ വേസ്റ്റായിട്ട് കിടന്ന ഒരു പാത്രത്തിനകത്ത് ഒരു 3 എണ്ണത്തിനെ പിടിച്ചെടുത്തുകൊണ്ട് വന്നായിരുന്നു ഞാൻ വീട്ടിൽ. എന്തായാലും എനിക്കത് ചിത്രശലഭം ആവണോ ഇല്ലേന്ന് എനിക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ ഞാൻ എന്ത് ചെയ്യാം. പിന്നെ ഞാൻ ഫസ്റ്റ് വീട്ടിൽ എത്തിയപ്പോൾ എനിക്ക് പിന്നെ എന്താ പറയുക, ഇതൊന്ന് ശരിയാക്കണം, ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ പുഴുവിനെ കൊണ്ടിടാൻ പറ്റാത്തതുകൊണ്ട് അതൊന്ന് ഞാൻ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീനാക്കിയതായി ഇതുപോലെ സുന്ദരി കുട്ടിയാക്കിയിട്ടുണ്ട് ആ പാത്രം. അതിന് ശേഷം ഞാൻ കമ്പ് ഒക്കെ ഒടിച്ച് ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നീട് ആ പുഴുവിനെ എടുത്ത് അപ്പുറത്തിട്ടായിരുന്നു. അതിലൊരു പുഴുവാണെങ്കിൽ നേരെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കമ്പിയിൽ. ഐ തിങ്ക് അത് ഇങ്ങനെ കൂടാവാൻ വേണ്ടി ഒട്ടിയിരിക്കണമായിരുന്നു എന്ന് തോന്നുന്നു. സോ ഞാൻ ഒരുപാട് ഭയങ്കര എന്താ പറയുക, ഇത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ദിവസം തോറും ഇത് പുഴു ചിത്രശലഭമാവണത് അപ്ഡേറ്റ് ആവണമെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എന്തായാലും ഞാനിത് ഇട്ടേക്കാം, എല്ലാ ദിവസവും ഇതുപോലൊരു വീഡിയോ ഇതിൻ്റെ എന്താ പറയുക അപ്ഡേറ്റുമായിട്ട് വന്നേക്കാം. അപ്പോൾ എൻ്റെ പൂച്ചയാണെങ്കിൽ ഇത് എന്ത് സാധനം എന്നുള്ള രീതിയിൽ ഇത് തിന്നാൻ വല്ലതും ആണോ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അകത്തോട്ട് കയറി തിന്നാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓട്ടിച്ചിട്ടു, കാരണം അതിൻ്റെയൊക്കെ ആ പുഴുവിൻ്റെ വലിപ്പവും നിങ്ങൾ ആ ഒരു ഇതും കണ്ടല്ലോ, വലുതാണ്. അതൊക്കെ തൊട്ടാൽ നല്ല രീതിയിൽ ചൊറിയും. അതുകൊണ്ട് ഞാനെന്ത് നല്ല രീതിയിൽ സൂക്ഷിച്ചൊക്കെയാണ് വെച്ചത്. പിന്നെ ഒരു നെറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്ത് മൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി എന്തായാലും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാനും ബൈ.